ഏവരും ഉറ്റുനോക്കുന്ന ബഡ്ജറ്റ് ആണെന്ന് LDF സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ധനമന്ത്രിയുടെ ഡോക്ടർ ഐസക്കിന്റെ എട്ടാമത്തെ ബഡ്ജറ്റാണ്. ധനപ്രതിസന്ധി രൂക്ഷമാണ് എന്ന സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ട് നിലനിൽക്കുകയാണ് ഏവരും ഉറ്റുനോക്കുന്ന ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന. ബഡ്ജറ്റിലെ പ്രതീക്ഷകൾ എന്തൊക്കെ, കേരളം ആശിക്കുന്നത് എന്തൊക്കെ, കേരളത്തിന്റെ ആശയ്ക്ക് സാധൂകരിക്കാവുന്ന എന്തൊക്കെ കണക്കുകൾ ധനമന്ത്രി ഇന്ന് ജനപക്ഷത്തേക്ക് വയ്ക്കും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. സംസ്ഥാനത്ത് ധനസ്ഥിതി മോശമെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്നും കരകയറാനുള്ള സാധ്യത വിദൂരമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ 56% സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ബാധിച്ചു. 2016-17 സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. സാമ്പത്തിക കെടുകാര്യസ്ഥത 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ മോശമാക്കിയെന്ന് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനസ്ഥിതി നിലവിലും മോശമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്നും കരകയറാനുള്ള സാധ്യത വിദൂരമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ 56% പ്രവർത്തനങ്ങളെയും നോട്ട് പിൻവലിക്കൽ ബാധിച്ചു. പ്രതിസന്ധി കാരണം അടുത്ത സാമ്പത്തിക വർഷം റവന്യൂ വരുമാനം കുറയുകയും റവന്യൂ ധനകമ്മ്യാന്തരം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക മേഖലയും ഗുരുതരമായ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. കൃഷിഭൂമിയിൽ കുറവും കാർഷികേതര ഭൂമിയിലും തരിശുഭൂമിയിലും വർധനവുമുണ്ടായി. സംസ്ഥാനത്തെ വരൾച്ചയിലും റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. കാർഷിക വൈദ്യുത ഉൽപാദനത്തെയും വരൾച്ച പ്രതികൂലമായി ബാധിക്കും. കുടിവെള്ള ലഭ്യത കുറയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നാണ്യവിളകളിൽ പ്രധാനപ്പെട്ട റബ്ബർ, കാപ്പി എന്നിവ തകർച്ചയിലാണ്. നാളികേര മേഖലയും തകർച്ചാ ഭീഷണി നേരിടുന്നു. അതേസമയം 2016-17 സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. റവന്യൂ വരുമാനത്തിൽ 22.58%, നികുതി വരുമാനം 20.1%, നികുതിയേതര വരുമാനത്തിൽ 34.82% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആകെ ചെലവിൽ 24.09% വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ മൂലധന ചെലവ് കുറയുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ പൊതു ആഭ്യന്തര കടവും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവലോകനത്തിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷൈജുമോൻ ചേരുന്നു. മറ്റ് സാമ്പത്തിക വിദഗ്ധരും ഒപ്പം ചേരും. ഡോക്ടർ ഷൈജുമോൻ, അതായത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് ദേശീയതല പല സാഹചര്യങ്ങളും ഒരുപക്ഷെ സ്വാധീന ഘടകങ്ങളായി വരുന്നുണ്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അടയാളപ്പെടുത്തുന്നത് അത്തരം സാഹചര്യങ്ങളാണ്. ആദ്യ ബഡ്ജറ്റാണ്, ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകൾ സ്വാഭാവികമായും ഉണ്ടാകും. കാരണം ആ രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ധനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ ഐസക്കിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം, ആ അവസരത്തെ ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുക? ഇടക്കാല ബഡ്ജറ്റിൽ നമ്മൾ കണ്ട പ്രഖ്യാപനങ്ങൾ അതിനപ്പുറത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങളുടെ സ്വാധീനം പല രീതിയിലുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഏത് രീതിയിലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റ് 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞ പുതുക്കിയ ബഡ്ജറ്റ്. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത്, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞിരുന്നത് അന്താരാഷ്ട്ര ക്രൈസിസുകളും മറ്റും ഇംപ്രൂവ് ചെയ്യുകയും സാമ്പത്തിക രംഗം കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് നല്ലൊരു രീതിയിൽ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ധനമന്ത്രി. പക്ഷേ നമുക്കറിയാം സംഭവിച്ചത്, ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള ഒരു വലിയ സാമ്പത്തിക പോളിസി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും നിലനിൽക്കുന്ന കുറേ പ്രശ്നങ്ങളും കൂടി ആയപ്പോൾ ഇത്തവണയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് ധനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബേസ്, അക്കാഡമിക്കലിയുള്ള ബേസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് ഇന്ന് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കിയാൽ ഡിമോണിറ്റൈസേഷൻ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം അതിരൂക്ഷമായ ഒരു വരൾച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഈ വരൾച്ചയാണ്. അവിടെ ഏത് തരത്തിലുള്ളൊരു നയം സ്വീകരിക്കും? എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വാട്ടർ നയം അല്ലെങ്കിൽ ജലനയം ഇല്ല. ആ തരത്തിലേക്കൊരു രൂപീകരണത്തിലേക്ക് പോകുമോ? അതിനുള്ളൊരു സൂചന നൽകുമോ? കൂടാതെ ക്യാഷ് ക്രോപ്സ്, നമ്മുടെ നാണ്യവിളകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഇപ്പോഴും വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ വില അറിയാം, നമ്മുടെ മറ്റ് നാണ്യവിളകളെല്ലാം അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കയറ്റുമതി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
മത്സ്യമേഖല വളരെ ക്രൈസിസിലാണ്. അപ്പോൾ ഈ മേഖലയും നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ധനമന്ത്രി വിദേശ രാജ്യങ്ങളിലായിരുന്ന വിദേശ മലയാളികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് കാരണം, നിതാഖത്ത് പോലുള്ള ക്രൈസിസ് കാരണം ഒരുപാട് പേർ, നമ്മൾ അറിയുന്നില്ല, ഒരുപാട് പേർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അതോടൊപ്പം തന്നെ സാമ്പത്തിക സർവേ പറയുന്നുണ്ട് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ സാമ്പത്തിക സർവേയിൽ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. ഒന്ന്, വിദേശങ്ങളിലെ മലയാളികൾ തിരിച്ചു വരുന്നു. രണ്ടാമത്തത് ഇന്റേണൽ ഇമിഗ്രേഷൻ. ബീഹാറിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും യു പിയിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും? ഞാൻ ഒരു പ്രതീക്ഷിക്കുന്നത് വിദേശ മലയാളികൾക്കായിട്ട് ഒരു പാക്കേജ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഏത് തരത്തിലാണ് നമ്മൾ നയം നടപ്പിലാക്കാൻ പോകുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് കമ്പൽസറി ആയിട്ട് ഈ വർഷം നടപ്പിലാക്കേണ്ടി വരുന്നത് വഴി നമുക്ക് തന്നെ അറിയാം അരിയുടെയും മറ്റും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിതരണ സംവിധാനത്തിൽ ഒരു വലിയൊരു ഇടപെടൽ ഈ ഗവൺമെൻറ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് സാധാരണ ജനത്തിനെ, നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണ ജനത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അരിയുടെ വില. നമുക്കറിയാം അരിയുടെ വില വളരെയേറെ കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പലവ്യഞ്ജനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് എത്രത്തോളം ഇടപെടലുകൾ നടത്തും? ആ പൊതു വിതരണ സംവിധാനത്തിന് മെച്ചപ്പെടുത്താനും കേന്ദ്രത്തിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള സൗജന്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് കുറവാണ്. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ പ്രൈം മിനിസ്റ്ററിനെ കണ്ടതും കൂടുതൽ അരിവിഹിതവും മറ്റും തരണമെന്ന് ആവശ്യപ്പെട്ടതും, പക്ഷേ അത് റിജക്റ്റ് ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക കാര്യത, ഈ ഫിനാൻഷ്യൽ ക്രൈസിസ്, വരുമാനത്തിലുണ്ടാകുന്ന കുറവ്, അത് ഈ സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ വഴി ഒരുപാട് വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അസംഘടിത മേഖലയിൽ നിന്ന് വരാവുന്ന നോൺ ടാക്സ് റവന്യൂ മാത്രമല്ല നോൺ ടാക്സ് റവന്യൂയും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാമ്പത്തിക സർവേ പ്രകടിപ്പിക്കുന്നത് വരും വർഷത്ത് ടാക്സ് ആയിട്ട് നികുതിയേതര വരുമാനമായിട്ട് കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഈ പ്രശ്നങ്ങളെ നിൽക്കുമ്പോഴാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെലവും വരുമാനവും കൂട്ടേണ്ടതാണ്. ചെലവ് കൂട്ടുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഡിമോണിറ്റൈസേഷൻ കാരണം സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി ആൾക്കാരുടെ കയ്യിലേക്ക് പണം എത്തിക്കണം. പരമ്പരാഗത വ്യവസായവും കൃഷിയും കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെ ആൾക്കാരിൽ പണം എത്തിക്കാനായിട്ട് ചെലവ് വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ ആ ചെലവ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വരുമാനം വർദ്ധിക്കണം. ഈ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താണ്? പക്ഷേ നികുതി വരുമാനം ധനമന്ത്രി പ്രതീക്ഷിക്കുന്നത് ഇപ്പം GST വരുന്നത് വഴി നമുക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്ന ഒരു 4000-5000 കോടി രൂപയിൽ ഊന്നിക്കൊണ്ടാണോ ഈ ബഡ്ജറ്റ്, അതോ കിഫ്ബി പോലെയുള്ള ആൾട്ടർനേറ്റ് മോഡൽ വഴി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ വികസനം നടത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് നമുക്ക് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ, വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ കൈരളി പീപ്പിൾ ചാനലിൽ ചർച്ച തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സാമ്പത്തിക സർവേയിൽ പറയുന്ന 2011 ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത ഒരു സെൻസസ് ഉണ്ട്. അതായത് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്, അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം വന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക സർവേയിൽ പറയുന്നുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ചില വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയവും മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ജനത്തിൻ്റെ വെല്ലുവിളികൾ, സാധാരണ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ നമ്മൾ അറിയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് വഴി വളരെ വികസിത സംസ്ഥാനമാണെന്നൊക്കെ. പക്ഷേ ഇതിൽ പറയുന്നത് റൂറൽ ഏരിയയിൽ, ഗ്രാമീണ മേഖലയിൽ 72% ആൾക്കാർക്കും കിടപ്പാടം ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരു വളരെ വലിയ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ള കിടപ്പാടം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ വികസിത സംസ്ഥാനമെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നല്ലതായിട്ടുള്ള ഒരു ദിശയല്ല. അതിനു വേണ്ടിയുള്ള വളരെ വലിയൊരു ഇടപെടലുകൾ ഗവൺമെന്റിന് ഉണ്ടാവണം. അതുപോലെ തന്നെ ആവറേജ് അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീ ഷൈജു മോൻ, അതായത് അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക, അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഒരു മുഖമുദ്രയായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വലിയ പദ്ധതികൾ അതിലേക്കൊക്കെ തന്നെ കടന്നാൽ, കാരണം പദ്ധതിക്കായുള്ള ഈ റവന്യൂ ചെലവടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പദ്ധതികൾക്ക് പണം വലുതായിട്ട് നീക്കി വയ്ക്കാതെ പകരം അതേസമയം ജനങ്ങൾ നേരിടുന്ന ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ, അത് ഒരുപക്ഷെ സ്ത്രീ സുരക്ഷയടക്കം പല കാര്യങ്ങളും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനം തേടുന്ന ഇടക്കാല ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൂടി ഒരു അവലോകനമാണ്. അവിടെ ധനമന്ത്രിക്ക് പല ന്യായീകരണങ്ങൾ ഒരുപക്ഷെ
ദേശീയതലത്തിൽ ഉണ്ടായിട്ടുള്ള പല ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിൽ വന്നിട്ടുള്ള താളം തെറ്റൽ അതൊക്കെ അവകാശപ്പെടാം. പക്ഷേ ജനം തേടുന്ന, സ്വാഭാവികമായും തേടുന്ന ചില ഘടകങ്ങൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന മേഖലയിൽ, അതുകൊണ്ടൊരു അടിസ്ഥാന മേഖലയ്ക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ധനമന്ത്രിയിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വളരെ ട്രെയിൻഡ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് ഇത് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. കാരണം അടിസ്ഥാന മേഖലയുടെ വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ പറയപ്പെടുന്ന ധന ക്രൈസിസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷനിലൂടെ ഈ ധന പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ പറ്റില്ല. നമ്മൾ നോക്കൂ, 2001 മുതൽ 2011 വരെയുള്ള ഈ രണ്ട് സെൻസസ് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ അർബനൈസേഷൻ, നഗരവൽക്കരണം നടത്തിയിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ നഗരവൽക്കരണം നടക്കുമ്പോൾ നഗരാധിഷ്ഠിത ഇൻഫ്രാസ്ട്രക്ചറും കൂടേണ്ടതായിട്ടുണ്ട്. നഗരങ്ങൾ വളരെ ക്രൈസിസിലാണ്. നമ്മുടെ നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റിന്റെ പ്രശ്നം, സ്ത്രീ സുരക്ഷയുടെ പ്രശ്നം, അർബൻ പോവർട്ടി, അതായത് നഗരത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷന്റെ ഇഷ്യൂസ്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ളൊരു വികസനം, അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ ഈ പരമ്പരാഗത വ്യവസായം മുഴുവൻ തകർച്ചയിലാണ്. ഇപ്പം ഗവർണറുടെ സ്പീച്ച് നമുക്ക് കുറെ ഇൻഡിക്കേഷൻസ് തരുന്നുണ്ട് എന്തൊക്കെ വരുമെന്ന്. ഇപ്പം നവകേരളം പദ്ധതി, കർമ്മ പദ്ധതി കൊണ്ടുവരികയാണ്. ആ നവകേരളം കർമ്മ പദ്ധതിയിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഹെൽത്ത് മിഷൻ, അതായത് സേഫ് ഫുഡ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സേഫ് വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് മിഷൻ, എഡ്യൂക്കേഷൻ മിഷൻ, കോംപ്രിഹെൻസീവ് പബ്ലിക് എഡ്യൂക്കേഷൻ റീജുവനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ മുഴുവൻ ഉടർച്ചു വാർക്കാനായിട്ട് എയിം ചെയ്യുന്നുണ്ട്. ഹൗസിംഗ് മിഷൻ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൗസിംഗിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ഹൗസിംഗ് മിഷൻ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഈ 4 ഏരിയയിലും നമ്മൾ വളരെ വലിയ, പക്ഷേ ഇതൊരു പുതിയ പദ്ധതിയല്ല. നമ്മുടെ ഈ ഗവൺമെന്റ് ഇപ്പം ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്താൻ, ഇപ്പം ഹെൽത്ത് മിഷനിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്, ആ പദ്ധതികൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യൂ, അത് ഞങ്ങളെ അറിയിക്കൂ. ആ പദ്ധതികളിലൂടെയുള്ള പണം എത്രയാണ് ചെലവാക്കുന്നത്. ഇതൊരു നല്ലൊരു എന്താണ് ഒരു ഡയറക്ഷനാണ്. കാരണം ഈ ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടുള്ള ഇമ്പാക്ട് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതികളിൽ, നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാവുകയും അപ്പോൾ അതുവഴി നമ്മൾ എത്രത്തോളമാണ് ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതൊരു വളരെ നല്ല ഡയറക്ഷനാണ്. കാരണം നമ്മുടെ വികസിത സംസ്ഥാനവും നമ്മൾ ഊറ്റം കൊണ്ടിരുന്ന സംസ്ഥാനത്തിൽ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, ഹെൽത്തും എഡ്യൂക്കേഷനും പോലുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു ശ്രദ്ധ വരികയും ആ ശ്രദ്ധയിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വികസിതോന്മനമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ഡയറക്ഷനിൽ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാണ്യവിളകളുടെ കാര്യം നോക്കിയാൽ റബ്ബറിൽ ഒരു കോപ്പറേറ്റീവ്, അമൂൽ മോഡൽ കോപ്പറേറ്റീവ് സെക്ടറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഈ റബ്ബറിന്റെ കാര്യത്തിൽ ഇന്ന് ധനമന്ത്രി അവതരിപ്പിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലുള്ള കുറേ ഇടപെടലുകളുടെ കാര്യം, പുതിയ തരത്തിലുള്ള ഇടപെടലുകളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും വേണം. നമ്മുടെ പാവപ്പെട്ട ആൾക്കാരെയും പൊതുജനത്തിനെയും സാധാരണ ജനത്തിനെയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വരൾച്ചയും മറ്റും, അല്ലെങ്കിൽ നമ്മുടെ പൊതുവിതരണ സംവിധാനം തകരാറായതിൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു, വിലക്കയറ്റം നേരിടുന്നു. അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ്, അതായത് ഇലക്ട്രിസിറ്റി പോലുള്ള കാര്യങ്ങളും അർബൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇഷ്യൂസും ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യുക. സുരക്ഷയുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ഒപ്പം തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏത് തരത്തിലൊക്കെ പോകാം അതെല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ധനകാര്യ ഡിസിപ്ലിൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ധനകാര്യ ഡിസിപ്ലിൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ഈ കമ്പൽഷൻസ് ഇരിക്കുന്നത് കൊണ്ട് എക്സ്പെൻഡിച്ചറും റവന്യൂ കൂട്ടണം. ഈ രണ്ടും കൂട്ടിയേ മതിയാവൂ. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ധനമന്ത്രിക്ക് വളരെ ഒരു വലിയ വെല്ലുവിളികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡോക്ടർ കെ എൻ ഗംഗാധരൻ, സാമ്പത്തിക വിദഗ്ധൻ കൂടി ചേരുന്നു. ഡോക്ടർ കെ എൻ ഗംഗാധരൻ, അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമ്പത്തിക അച്ചടക്കം രൂപപ്പെടണം. ആ സാമ്പത്തിക അച്ചടക്കം രൂപപ്പെടുമ്പോൾ പ്രതികൂലമായ ഒട്ടേറെ സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു പൊളിച്ചെഴുത്ത്, അത് ആഭ്യന്തരമാണ്. ദേശീയതലത്തിലുണ്ടായിട്ടുള്ള പല ഘടകങ്ങൾ പ്രതികൂല ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. സാമ്പത്തിക സർവേ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ അടയാളപ്പെടുത്തലിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ ജനകീയമായിട്ടുള്ളൊരു മുഖം
ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകണം? കാരണം ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. ഡോക്ടർ ഐസക്കിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അക്കാദമിക് ലെവലിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രതീക്ഷ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സർക്കാരിൽ നിന്നും. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം ഉണ്ടാകേണ്ട പ്രശ്നങ്ങൾ, വിലക്കയറ്റം, പ്രത്യേകിച്ച് വിലക്കയറ്റം ഉൾപ്പെടെ വരൾച്ച വെല്ലുവിളിയായി വരാൻ പോകുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ഈ ബഡ്ജറ്റിലൂടെ തേടുന്നത്? താങ്കളുടെ കാഴ്ചപ്പാടിൽ, ധനകാര്യ വിദഗ്ധന്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു ബഡ്ജറ്റിന്റെ ഒരു മുഖമുദ്ര ഏത് രീതിയിലായിരിക്കും? ബഡ്ജറ്റുകളുടെ സാമ്പ്രദായിക ശൈലി, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി സ്വീകരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് തോന്നുന്നു നിലവിലുള്ളത്. സാമ്പ്രദായിക ശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് വരവും ചിലവും ഒപ്പിച്ചു പോകുക, അതല്ലെങ്കിൽ ചിലവ് കൂടുതലാണെങ്കിൽ അല്പം കടം വാങ്ങുക, അതാണ് സാമ്പ്രദായിക ശൈലി. അത് ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കോ ഗവൺമെൻറ്റിനോ നമ്മുടെ സംസ്ഥാനത്തിനോ ഗുണം ചെയ്യുന്ന ഒരു ശൈലിയല്ല. അതിൽ സമഗ്രമായിട്ടുള്ളൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ആ പൊളിച്ചെഴുത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ്, പുതുക്കിയ ബഡ്ജറ്റ് 2016-17 പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിക്കേണ്ടായി. ഒന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകളുടെ ഒരു ഒഴുക്ക്, അതൊരു പ്രശ്നമാണ്. പിന്നെ നാണ്യവിളകളുടെ വമ്പിച്ച വില തകർച്ച. ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് വിധേയമാകാത്ത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനവും ആയിട്ടുള്ള വരൾച്ചയും, ആ വരൾച്ച സൃഷ്ടിക്കുന്ന കൃഷിനാശവും വൈദ്യുതി ക്ഷാമവും കുടിവെള്ളക്ഷാമവും എല്ലാം. ഇത് അടിസ്ഥാന പ്രശ്നമാണ്, ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നമാണ്. അതേപോലെ നോട്ട് നിരോധനം, അത് സൃഷ്ടിച്ചിട്ടുള്ള ഉൽപ്പാദന വിപണന പ്രതിസന്ധി, അതിനെക്കുറിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ടൈഡ് ഓവർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുകയാണ്. ഇത് എത്രത്തോളം നോട്ട് നിരോധനം ബാധിച്ചു എന്നതിനെ സംബന്ധിച്ചിടത്തോളം വല്ല തർക്കങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അവരുടെ അനുഭവത്തിൽ ഉള്ളത് ഈ നോട്ട് നിരോധനം നമ്മുടെ ഉൽപ്പാദന വിപണന മേഖലയെ വളരെ പ്രതികൂലമായി ബാധിച്ചതാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ മുറിച്ചു കടക്കാം എന്നുള്ളതായിരിക്കും ധനകാര്യമന്ത്രി അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് മുറിച്ചു കടക്കണമെന്നുണ്ടെങ്കിൽ ധീരമായിട്ടുള്ള നിലപാടുകൾ ആവശ്യമാണ്. അവിടെയാണ് ഈ സമഗ്രമായിട്ടുള്ള പൊഴുത്തെഴുത്തിൻ്റെ പ്രശ്നം വരുന്നത്. ധീരമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ടിപ്പോൾ സർക്കാർ കടം വാങ്ങുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെല്ലാം ഉയർത്തി കാണിക്കുന്ന ഒരു പ്രശ്നം, പൊതുക്കടം വർദ്ധിച്ചു, ആഭ്യന്തര കടം വർദ്ധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് വർദ്ധിക്കാതിരിക്കാൻ ഒക്കില്ല, വർദ്ധിപ്പിക്കുകയും വേണം. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒളിച്ചോടുകയല്ല വേണ്ടത്. സർക്കാർ കടം വാങ്ങി ചിലവാക്കേണ്ടി വരും. കടത്തിന് നിയന്ത്രണം വേണമെന്ന് വെച്ചാൽ ഫിനാൻസ് കമ്മീഷൻ്റെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അത് നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ നിയന്ത്രണത്തിൻ്റെ ആവശ്യവും വികസനത്തിൻ്റെ ആവശ്യവും രണ്ടും തമ്മിൽ ക്ലാഷ് വരുമ്പോൾ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാന മൗലിക പ്രശ്നം ഉദിക്കുന്നുണ്ട്. മുൻഗണന കൊടുക്കേണ്ടത് വികസനത്തിൻ്റെ കാര്യങ്ങൾക്കാണ്. അപ്പോൾ വൻതോതിലുള്ള ഒരു മൂലധന നിക്ഷേപം ഇന്നിപ്പോൾ നമ്മുടെ കേരള മാതൃക, ആ കേരള മാതൃക നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൻതോതിലുള്ള മൂലധന നിക്ഷേപവും ഉൽപ്പാദന വളർച്ചയും അനിവാര്യമായിട്ടുള്ളതാണ്. ആ അനിവാര്യതയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ബഡ്ജറ്റിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു മുൻകൂട്ടുള്ളൊരു സൂചന തീർച്ചയായിട്ടും ഡോക്ടർ തോമസ് ഐസക് ഇതുവരെ നൽകിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 8ാമത്തെ ബഡ്ജറ്റാണല്ലോ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ ഒരു പരാമർശമുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളത്. അതൊരു തീർച്ചയായിട്ടും ഒരു കാഴ്ചപ്പാടിൻ്റെ, ഒരു ഫിലോസഫിയുടെ, ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലും സാധാരണക്കാർക്ക് ദോഷം വരാത്ത, സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന നടപടികൾ തുടരും, അല്ലെങ്കിൽ ശാക്തീകരിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ബഡ്ജറ്റ് ആകുന്നില്ല.
കേരളത്തിൻ്റെ ദുർബലമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായിട്ട് ഇടപെടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വമ്പിച്ച തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമാണ്. ആ മൂലധന നിക്ഷേപം എങ്ങനെ സമാഹരിച്ച് വികസനം ത്വരിതപ്പെടുത്തും എന്നുള്ളതാണ് ഡോക്ടർ തോമസ് ഐസക് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയുടെ പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഐസക്കിൻ്റെ 8ാമത്തെ ബജറ്റാണ്. ഈ ഡോക്ടർ തോമസ് ഐസക് വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ധനശാസ്ത്ര വിദഗ്ധനും പ്രായോഗിക രാഷ്ട്രീയ മതിയുമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് മാറ്റുരയ്ക്കുന്ന ഒരു ബജറ്റ് ആകും നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് കരുതുന്നു. ഡോക്ടർ ഷൈജുമോൻ, അതായത് ഡോക്ടർ ഗംഗാധരൻ സൂചിപ്പിച്ചതുപോലെ ആ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാതലായ ഒരു പ്രശ്നമായി വന്ന നോട്ട് നിരോധനം എന്ന് പറയുമ്പോഴും അതിൽ തന്നെ ഒരു പക്ഷേ പല അഭിപ്രായങ്ങൾ അത് എത്രത്തോളം രീതിയിൽ അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടോ, പൊതുവെ എല്ലാ സ്ഥിതിയിലും സാമ്പത്തിക സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഘട്ടത്തിലൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് നികുതി വരുമാനം, കാരണം നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ പ്രധാനമായും ധനമന്ത്രി മുന്നോട്ട് വെച്ച നികുതി വരുമാനം, അത് നികുതി എല്ലാ പഴുതുകളും അടച്ച് നികുതി പിരിക്കുക, ആ ഒരു ഘടകം നോട്ട് നിരോധനം തന്നെ വ്യക്തമായി, കാരണം മാന്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിക്കുന്നു, 2008 മോഡൽ വിഭാവനം ചെയ്യുന്നു, അവിടെ കിഫ്ബിയുടെ പ്രവർത്തനം 4000-ലേറെ കോടി രൂപ മാറ്റിവെക്കുന്നു, അതിൻ്റെ വിഭാവനം ഒരു സമ്പൂർണ്ണതയിലേക്ക്. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് സ്വയം വിമർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് ധനമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രതികൂല സാഹചര്യം നവംബർ 8 ആ സാഹചര്യമൊക്കെയാണോ, അതൊക്കെ എത്രത്തോളം പറയാൻ കഴിയും, ന്യായീകരണമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയും? അതൊപ്പം തന്നെ ചില താളപ്പിഴവുകൾ സംസ്ഥാനത്തിന് സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വിശകലനത്തിലേക്ക് പോയാൽ ഡോക്ടർ KN ഗംഗാധരൻ പറയുന്ന കാര്യങ്ങളെ ഒപ്പം മുഖവിലേക്ക് എടുക്കുകയും അതിനപ്പുറത്തേക്ക് ഒരു വിശകലനത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു സാമ്പത്തിക ഇടപെടലിൻ്റെ കൂടി ഒരു വിലയിരുത്തലായി ഇന്നത്തെ ഈ ബഡ്ജറ്റ് മാറുകയാണ്. ആ സ്ഥിതിക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഇത് ഇപ്പോഴല്ല, ഇപ്പം ഈ നവംബർ 8 2016 നവംബർ 8 ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് പിൻവലിച്ചത് കൊണ്ട് മാത്രമുണ്ടായ സ്ഥിതിയല്ല. പക്ഷെ അത് ആക്കം കൂട്ടി, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി എന്നുള്ളതിന് തർക്കമില്ല. നമുക്കറിയാം, ആ വരുമാനം കിട്ടേണ്ട വരുമാനം വരാതായി. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ചില നോൺ ടാക്സ് റവന്യൂ ആയിട്ട് കിട്ടേണ്ട ചില സംഗതികൾ, അല്ലെങ്കിൽ ടാക്സ് റവന്യൂ തന്നെ ഈ ഡീമോണിറ്റൈസേഷൻ വന്നത് വഴി പഴയ നോട്ട് വഴി തിരിച്ചടയ്ക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ മുൻകൂറായിട്ട് അടച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആകെക്കൂടി മൊത്തം വരാനുള്ള എല്ലാ വരുമാനവും വന്നില്ല. ടാക്സ് റവന്യൂവിൽ കുറവുണ്ടാവും. അടുത്ത വരും വർഷത്തിലേക്ക് ഇത് കുറവുണ്ടാകും. കാരണം സാമ്പത്തിക മാന്ദ്യമാണ്, വളർച്ച, നമ്മുടെ എക്കോണമിക് വളർച്ച കൂടിയെന്ന് സാമ്പത്തിക സർവേയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞത് 2015-16 16-17 വിവരങ്ങളൊന്നും തന്നെ സാമ്പത്തിക സർവേയിലും പറയുന്നില്ല. അപ്പോൾ അവിടെ പ്രതീക്ഷയാണ് പറയുന്നത്. ആ പ്രതീക്ഷയിൽ വളർച്ച കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളർച്ച കുറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ നികുതിയേതര വരുമാനങ്ങളും ഗവൺമെന്റ് കുറയും. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാനായിട്ട് ഇത്തവണ ഗവൺമെന്റിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഈ GST ജൂലൈയിൽ തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ ആ ജൂലൈ തൊട്ട് അടുത്ത മാർച്ച് വരെയുള്ള സമയത്ത് കുറച്ചധിക വരുമാനം, ഒരു 4000 കോടി രൂപയുടെ അധിക വരുമാനം, അതുകൊണ്ട് അതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, അത് മാച്ച് ചെയ്യും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ കാതലായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, അത് തീർച്ചയായിട്ടും നമുക്ക് പലരും പറയാറുണ്ട് അതൊരു ഒരു വികസനോന്മുഖമല്ലാത്ത എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ എനിക്ക് അങ്ങനെ യാതൊരുവിധ ഒപ്പീനിയനും ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റും കൊടുക്കേണ്ട പണം കാലാകാലങ്ങളിൽ കൂട്ടി വർദ്ധിപ്പിച്ച് കൊടുക്കണം. അവരാണ് നമ്മുടെ നാടി എന്ന് പറയുന്നത്, അല്ലെ അവരാണ് നമ്മുടെ ആണിക്കല്ലെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷെ അതോടൊപ്പം വിവിധ ഗവൺമെന്റുകൾ ഒരു എളുപ്പ വഴി കണ്ടത് അതിന് കടം വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ള മാത്രം കണ്ടു. അത് എങ്ങനെ കാതലായി പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചിന്തിക്കാതിരുന്നതിന്റെ ഒരു ക്രൈസിസും കൂടെയാണ്. പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അതാണ് ഞാൻ ഈ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു നല്ലൊരു മോഡലിംഗ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മോഡലിംഗ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ഗവൺമെന്റ് വന്നടൻ തന്നെ ഈ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ. എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, എനിക്ക് ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കണമെന്നോ എല്ലാം ലാഭത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ആളൊന്നുമല്ല. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഇന്റർഫിയറൻസിന് വേണ്ടിയാണ്. അതുകൊണ്ട് പക്ഷേ ലാഭത്തിൽ
ലാഭത്തിലില്ലെങ്കിലും നഷ്ടത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. നഷ്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ മറ്റ് മേഖലകളിലേക്ക് വെച്ചിരിക്കുന്ന പണം ഇതിലേക്ക് ഈ നഷ്ടത്തിനെ നികത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അത് ജനങ്ങളുടെ വികസനത്തിനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ KSRTCയിൽ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇനിഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കെടുകാര്യസ്ഥത കൊണ്ടും വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ അതിനെ നേരെ നമുക്ക് നടത്തിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ഈ പൊതുമേഖലാ സ്ഥാപനം താഴേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും റീജുവനേറ്റ് ചെയ്തുകൊണ്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ ഒരു റീസ്ട്രക്ചറിങ് പാക്കേജ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് പോളിസി കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമാനം ലോങ് റണ്ണിൽ കൂട്ടേണ്ടതായിട്ടുണ്ട്. വരുമാനം ഇനി നമുക്ക് ടാക്സിൽ വരുമാനം കൂട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം GST വരുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാരുകളിലുള്ള ടാക്സ് അതാണ് എല്ലാ സർക്കാരുകളും ചെയ്തുകൊണ്ടിരുന്നത്. ടാക്സിൻ്റെ റേറ്റ് കൂട്ടി വരുമാനം കൂട്ടാനുള്ള ഒരു സംഗതി ഇനി നടപ്പിലാവില്ല. അപ്പോൾ അതിന് പകരം നമ്മുടെ സ്റ്റേറ്റിന് ഇപ്പം സർവീസസ് സെക്ടറൊക്കെ ഒരുപാടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് GST ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ നോൺ ടാക്സ് റവന്യൂ കൂട്ടാൻ പറ്റും. നമ്മുടെ പല നോൺ ടാക്സ് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. അവിടെയും ധനമന്ത്രി ഇപ്പോൾ വെല്ലുവിളി നേരിടുകയാണ്. കാരണം ഈ ഡിമോണിറ്റൈസേഷൻ വഴി നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ ആയിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അത് ജനങ്ങളുടെ ജീവിത സാഹചര്യത്തെ കൂടുതൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകാതെ ചിലപ്പോൾ ഒരു ചെറിയ എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്ന നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ നമുക്ക് ഗംഗാധര സാർ സൂചിപ്പിച്ചതുപോലെ ചെലവ് കുറയ്ക്കാനേ പാടില്ല. ഈ സാമ്പത്തിക ക്രൈസിസ് ആയിട്ട് പലരും അത് അറിയാതെ പറയുന്നതാണ് ചെലവ് കുറയ്ക്കും പക്ഷേ വികസനോന്മുഖമായുള്ള ചെലവ് കൂട്ടുക തന്നെ വേണം. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനങ്ങളുടെ സാഹചര്യത്തിൽ അത് വളരെയേറെ വർദ്ധിപ്പിക്കണം. ഇപ്പം തന്നെ പറയുന്ന പ്ലാൻ എക്സ്പെൻഡിച്ചർ നമ്മളാണ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. 13ാം പഞ്ചവത്സര പദ്ധതിയും കൂടെ തുടങ്ങുകയാണ് ഏപ്രിൽ മുതൽ. അപ്പോൾ അതിനെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഡിസ്ട്രിക്ട് ലെവൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഓരോ ഡിസ്ട്രിക്റ്റുകളും ഓരോ ജില്ലകളെയും തിരിച്ചുള്ള വികസനമാണ്. ഓരോ ജില്ലകൾക്കും പ്രത്യേക അലോക്കേഷൻസ് വയ്ക്കാൻ പോവുകയാണ്. അത് എല്ലാ പ്രോഗ്രാമിലും ജില്ലാ തലത്തിലുള്ള അലോക്കേഷൻസ് പറ്റി ഓരോ ജില്ലകളെയും ആ മുൻഗണന അനുസരിച്ച് ചെലവാക്കി ആ ജില്ലകളെ വളർത്തിക്കൊണ്ടുവരികയും അവരുടെ അടിസ്ഥാന വികസനവും ജനങ്ങളുടെ ജീവിത രീതിയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന നയങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ടാവും. അതുകൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു പുതിയ അപ്രോച്ച് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ധനമന്ത്രി നടത്തി എടുക്കുമെന്നുള്ളത് നമുക്ക് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് മനസ്സിലാക്കാം. തീർച്ചയായും ഡോക്ടർ KN ഗംഗാധരൻ, അതായത് നമ്മൾ ചില പല്ലവികൾ ആവർത്തിക്കപ്പെടുന്ന പല്ലവികൾ അവിടെ തീർച്ചയായും ഒരു നമ്മൾ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ അത് ബോധപൂർവമാണോ അല്ലെങ്കിൽ അതിന് ഒരുപക്ഷെ റീസൺസ് ഉണ്ടാകും. കാരണം റവന്യൂ ചെലവ് കുറയ്ക്കുക അതിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പല കാലങ്ങളിലായി പലരും പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നുണ്ട്. പക്ഷേ അത് നടപ്പാക്കേണ്ടത് കാരണം പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, അവിടെയൊക്കെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ തൊട്ടാൽ പൊള്ളുമെന്ന് കരുതി മാത്രം നമ്മൾ കാണാതെ ഇച്ഛാശക്തിയോട് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ഞാനത് കൂടുതൽ വിവരിക്കാത്ത താങ്കൾക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ വേണ്ടി വരുമോ? ഒപ്പം തന്നെ അപ്പോഴും ഒരു ജനകീയ മുഖം കാത്തു സൂക്ഷിക്കണം, ആ പൊളിറ്റിക്കൽ ഇച്ഛാശക്തി. കാരണം പെൻഷൻ കൊടുക്കേണ്ട വലിയ ഒരു ബാധ്യത, അവിടെ ചെലവ് നിയന്ത്രിക്കേണ്ട ബാധ്യത എന്തായാലും സർക്കാരിലേക്ക് വരും. അപ്പോൾ ഈ കാണാതെ പോകുന്ന കാര്യങ്ങളിൽ ഇനിയുമെങ്കിലും ഒരു തിരുത്തൽ ഒന്ന് തൊട്ട് ഈ കാര്യങ്ങളെ ഈ താളം തെറ്റുന്ന സമ്പദ് വ്യവസ്ഥയെ ഏകോപിപ്പിക്കാൻ ഇത്തരം ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ ഡോക്ടർ ഷൈജുമോൻ അടക്കം സൂചിപ്പിച്ചതുപോലെ? റവന്യൂ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ അപ്രസക്തിയെ സംബന്ധിച്ച് ഷൈജുമോൻ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ശമ്പളം, പെൻഷൻ, പലിശ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട റവന്യൂ ചിലവുകൾ. പെൻഷനും ശമ്പളവും ആ പെൻഷനും ശമ്പളവും കിട്ടുന്ന ആളുകൾ അത് കാത്തു സൂക്ഷിച്ച് വയ്ക്കുകയല്ലല്ലോ, അവരത് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അവരൊരു ചിലവാക്കുകയാണ്. ആ ചിലവാക്കലിലൂടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടുതൽ പണം വരികയും ആ പണം കൂടുതൽ ആളുകളിലേക്ക് റോൾ ചെയ്യപ്പെടുകയും അങ്ങനെ സാമ്പത്തിക ഉത്തേജനത്തിന് കരുത്ത് പകരുകയും ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു വശം പരിഗണിക്കാതെ കേവലം ചെലവ് അത് കുറയ്ക്കണം എന്നുള്ള വാദഗതി അത് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാടല്ല. അപ്പോൾ റവന്യൂ ചെലവ് കുറയ്ക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ സ്വീകരിക്കാവുന്നൊരു മാർഗമല്ല. പിന്നെ പലിശയെ സംബന്ധിച്ചാണ്
കൂടുതൽ കൂടുതൽ പണം കടം വാങ്ങുമ്പോൾ പലിശ ചെലവ് ഉയരും എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ കടം വാങ്ങുന്നതിനെ ന്യായീകരിച്ചു. ആ ന്യായീകരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാങ്ങുന്ന പണം അതിൻ്റെ നല്ലൊരു ഭാഗവും റവന്യൂ ചെലവ് നേരിടാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ, അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ബാധ്യത കൈവരുത്തും. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റും ഏത് സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് നോക്കിയാലും റവന്യൂ ചെലവുകൾ കൂടുതലാണ്. റവന്യൂ കമ്മി ഒരു പ്രശ്നം എന്താണ്? ആ റവന്യൂ കമ്മി നികത്താനാണല്ലോ കടം വാങ്ങുന്നത്. ആ കടം വാങ്ങുന്നതിൻ്റെ ഒരു ഭാഗം റവന്യൂ കമ്മി നികത്താൻ ഉപയോഗിക്കുകയും മറുഭാഗം അല്ലെങ്കിൽ വമ്പിച്ച ഭാഗം കൂടുതൽ ഭാഗം കൂടുതൽ നിക്ഷേപം നടത്തുകയും ഉൽപ്പാദനക്ഷമങ്ങളായ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടുകയും ചെയ്താൽ ഈ പലിശയും അതുപോലെ മുതലും തിരിച്ചടയ്ക്കാനുള്ള വരുമാനം സർക്കാരിന് കൈവരുത്താൻ കഴിയും. അതിന് വളരെ ഭാവനാപൂർണമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ്. അത് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അത് ഗവൺമെൻറ് സർക്കാർ ഏതെല്ലാം മേഖലകളിൽ നിക്ഷേപം നടത്തണം, അതിൻ്റെ തിരിച്ചുവരവ്, അതിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള വശം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഈ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത്. അങ്ങനെ നിക്ഷേപം നടത്തിയാൽ റവന്യൂ ചെലവിലെ വർധന കാര്യമായിട്ടുള്ളൊരു പരിക്കൊന്നും സമ്പദ്ക്രമത്തിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് നിയമിച്ച ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഞാനും ഷൈജു മോനും അംഗങ്ങളായിരുന്നു. ഞങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത് ഈ നികുതിയേതര വരുമാനത്തെ സംബന്ധിച്ചുള്ള ഒരു ഞങ്ങളുടെ ചില സജഷൻസാണ്. ഒരുപാട് മേഖലകളുണ്ട്. ഇതുവരെ നികുതിയേതര വരുമാനം ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഗണിക്കത്തക്ക ഒരു സ്രോതസ്സായിട്ട് സർക്കാർ പൊതുജനങ്ങൾ ഇതുവരെ കരുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ രംഗത്ത് കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഡോക്ടർ കെൻ ഏതൊക്കെ മേഖലയാണ്? കാരണം നികുതിതര വരുമാനം കൂട്ടുമ്പോൾ അവിടെ ജനങ്ങളിലേക്കുള്ള ബാധ്യത തുടങ്ങിയതായിരിക്കും ഒരു പക്ഷേ മുന്നിലേക്ക് വരുന്ന ഒരു പ്രതിസന്ധി. അതിനപ്പുറത്തേക്ക് ചില നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്ന മേഖലകൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ചത് പഠിച്ച നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അതെന്താണ്? ഇപ്പോൾ ധനകാര്യമന്ത്രി ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ട് വിദഗ്ധന്മാരെയും മറ്റുള്ള ആളുകളെല്ലാം വിളിച്ച് ചർച്ച നടത്തിയല്ലോ. ആ ചർച്ചയിൽ ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സർക്കാരിൻ്റെ ഭൂമി, സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ ദീർഘകാല പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. പാട്ടത്തിന് കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതിൻ്റെ പാട്ടം ഇതുവരെ പുനർനിശ്ചയിച്ചിട്ടില്ല. അതേസമയത്ത് ഇങ്ങനെ കൊടുക്കപ്പെട്ട ഭൂമിയുടെ മാർക്കറ്റ് വിലയാണെങ്കിൽ 10 മടങ്ങ് എത്രയോ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പാട്ടം ഇരട്ടിയോ അതിൽ കൂടുതലോ ആക്കുന്നതിൽ യാതൊരു തടസ്സവും അതിനെതിരായിട്ടൊരു ന്യായീകരണവും പറയാനൊക്കില്ല. അതൊരു കാര്യം. അതേപോലെ ഇന്നിപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ടൊരു വിപണിയാണ് ഇപ്പോൾ യൂസ്ഡ് കാറിൻ്റെ. ഒരിക്കലും ഉപയോഗിച്ചിട്ട് പുതിയ കാറ് വാങ്ങുമ്പോൾ അത് കൈമാറ്റം ചെയ്ത യൂസ്ഡ് കാറ് വലിയൊരു വിപണിയാണ്. അതിനിപ്പോൾ കാറ് എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഉണ്ട്. അതിനൊരു അഡീഷണൽ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലൊരു വരുമാന സോഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് അതായത് നമ്മൾ കാണാതെ പോകുന്ന ഒരുപക്ഷെ അവിടെ അപ്പോഴും നമ്മൾ ജനങ്ങളുടെ മേൽ ഒരു ബാധ്യത അധികമായി വരുന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ ടാക്സ് നികുതി മാത്രമാണ് ഏക വരുമാന മാർഗം എന്നുള്ള ചിന്ത നമ്മൾ വിടണം. നമ്മൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒരുപാട് പേര് വലിയ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫീസ് അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ 1% അത് ഫീസ് കൊടുക്കാൻ കഴിയുന്നവരാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് വിടുന്നത്. അല്ലാത്തവർക്ക് സർക്കാർ ചെലവിൽ സർക്കാരിന്റെ ഇത്രയും റവന്യൂ ചെലവ് നടത്തിക്കൊണ്ട് സ്കൂളുകൾ നടത്തുകയാണ്. അപ്പൊ അവിടെ വിടാതെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹയർ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു ടാക്സ് ചുമത്തുക. ആ ടാക്സ് ഞങ്ങൾ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ പറഞ്ഞത് ആ ടാക്സ് ഗവൺമെന്റ് എടുത്ത് വേറെ ചെലവാക്കുകയല്ല ചെയ്യേണ്ടത്. ആ ടാക്സ് ആ മേഖലയിലെ അതേ കുട്ടികൾക്ക് തന്നെ സർക്കാരിന്റെ കുട്ടികൾക്ക് ചെലവാക്കുക. അങ്ങനെയാകുമ്പോൾ ഗവൺമെന്റിന്റെ ബാധ്യത കുറച്ചുകൊണ്ട് വരികയാണ്. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നമ്മൾ 2 രൂപയും 5 രൂപയും 10 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീ. നിങ്ങൾ നോക്കൂ, മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും മനോഹാരിത ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും 100, 150, 200 രൂപ എൻട്രി ഫീ വെച്ച് അതിന് കഴിയുന്നവർ അവിടെ ചെല്ലുകയും പക്ഷെ അവിടുന്ന്
അത് കളക്ട് ചെയ്ത് അവിടുത്തെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത് ആ രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഹോസ്റ്റലുകളിൽ ഗവൺമെന്റ് ഹോസ്റ്റലുകൾ റൺ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലെയുള്ള കോളേജുകൾ ഹോസ്റ്റൽ റൺ ചെയ്യുന്നു. പക്ഷെ അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. എല്ലാവർക്കും കൺസെഷൻ റേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരെ സമയത്തോളം അവിടെ നിന്ന് ഫീസ് ഈടാക്കിക്കൊണ്ട് അവിടെ തന്നെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റ് മോഡൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ എല്ലാം പൂർണ്ണമായും സർക്കാർ പരിഗണനയിലേക്ക് അത് റെവല്യൂഷൻ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വലിയ രീതിയിൽ തൊട്ടാൽ പൊള്ളാതെ കിടക്കുന്ന മേഖലകൾ അതാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തി കൂടി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പൊതുവെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തല്ല, പൊതുവെ പറഞ്ഞാൽ ജനങ്ങൾക്ക് നികുതി കൊടുക്കുന്നത് വലിയൊരു ഭാരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതേസമയം 1000, 2000, 10,000 രൂപ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കുന്നതിൽ ആളുകൾക്ക് യാതൊരു വിഷമമില്ല. പക്ഷേ സർക്കാരിൻ്റെ ഒരു നികുതിയുടെ പ്രശ്നം വരുമ്പോൾ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിന് ആളുകൾ സംഘടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ നികുതി കൊടുക്കുക തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധത്തിലേക്ക് ജനങ്ങൾ വളരേണ്ടത്. അതേ സമയത്ത് തന്നെ ഇതൊരു പൊളിറ്റിക്കലായിട്ട് റിപ്പർക്കഷൻസ് ഉണ്ടാകാവുന്ന ഒന്നാണിത്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ബില്ലിൻ്റെ പ്രശ്നമുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത്. ഇനി 2 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ഡോക്ടർ ഐസക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത് പോലെ റെക്ടിഫിക്കേഷൻസ്, താളം തെറ്റിൽ ഒഴിവാക്കാൻ നിലപാടുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ജനങ്ങൾ കാതോർക്കുന്ന അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകും.